പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പനും 1000 നന്ദി. ആദ്യമായി എൻ്റെ മകൻ, എൻ്റെ മോൻ എയ്തൻ, ഇതെൻ്റെ ഹസ്ബൻഡ്. എൻ്റെ പേര് ദീപ്തി, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അനീഷ്, ഇതെൻ്റെ മൂത്ത മോൻ എയ്തൻ, ഇത് ഇളയ മകൻ ഏബൽ. കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് പത്രങ്ങളിലൂടെയാണ് ഞാൻ അറിഞ്ഞതും, പിന്നെ എൻ്റെ ബന്ധുക്കൾ ഒരുപാട് പേര് ഉടമ്പടി എടുത്ത് അവർ വഴിയാണ് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത്. അന്ന് മുതലേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് മെഡിക്കൽ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു, അഡ്മിനിസ്ട്രേറ്ററായിട്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട്, മോൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് വന്ന സമയത്ത് പുറത്തേക്ക് ജോലി നോക്കാമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി യൂറോപ്പിലോട്ട്, ചെക്ക് റിപ്പബ്ലിക്കിലൊക്കെ ഒരു വിസയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിന് 5 ലക്ഷം രൂപയാവും. അപ്പോൾ അത് പ്രോസസ്സിങ് തുടങ്ങാം, 3 മാസത്തിനകം പോകാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിസയുടെ കാര്യങ്ങളെല്ലാം പൈസ ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് കൊടുത്തു. അങ്ങനെ 3 മാസത്തിനകം പേയ്മെൻറ്റൊക്കെ കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ ജൂലൈ 20-ാം തീയതി ഞങ്ങൾക്ക് ട്രാവൽ ഡേറ്റ് വന്നു എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു, എല്ലാം റെഡിയാക്കി വെച്ചോണം, 2 ദിവസത്തിനകത്തും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. വിസയുടെ കൺഫർമേഷൻ മെയിലെല്ലാം വന്നു. ഞങ്ങളുണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്ത് ജൂലൈ 20 കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു ഒരു 7 ദിവസം കൂടി ലേറ്റ് ആവും. 7 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, ഇന്നേ വരെയും പിന്നെ ഇങ്ങോട്ട് അത് അവർ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിസ റിജക്റ്റായി. അപ്പോൾ ഞങ്ങൾ കൊടുത്തിരുന്ന പേയ്മെൻറ്റ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് കൊടുത്തതല്ല, നമ്മൾ ഒരുപാട് കടമൊക്കെ മേടിച്ച് കൊടുത്തതായിരുന്നു. അപ്പോൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലായി. അപ്പോൾ ആ സമയത്തൊക്കെ അവരോട് പേയ്മെൻറ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ ഓരോ തടസ്സങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഇവിടെ വന്ന് 2ാമത്തെ ഉടമ്പടി പുതുക്കി തിരിച്ചു പോയ സമയത്ത് ഡെയിലി ബ്ലെസ്സിങ് പ്രാർത്ഥനയുടെ സമയത്ത് നീലത്തിരിയിൽ എനിക്ക് 2 എന്നുള്ള ഡേറ്റ് തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ഒരാഴ്ചത്തോളം എനിക്ക് 2 എന്നുള്ള ഡേറ്റ് തന്നെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. കറക്റ്റ് ഡിസംബർ 2-ാം തീയതി എൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ അവർക്ക് കൊടുത്ത പൈസ ഞങ്ങൾ കൊടുത്ത പൈസ മൊത്തം അവരെൻ്റെ അക്കൗണ്ടിലോട്ട് തിരിച്ചു തന്നു. അതൊരു അത്ഭുതം പോലെ നമ്മൾ ആ ബഹളം വെച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അവർ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. അതിനുശേഷം ആ 2-ാം തീയതി ആ ഡേറ്റ്, അന്ന് രാവിലെ 10 മണിക്ക് മുമ്പേ അവരെൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ തിരിച്ചു തന്നു. അതിനുശേഷം ഇപ്പോൾ ഹസ്ബൻഡിന് ഈ ഒരു ജോലി ഇല്ലാതെ ഞങ്ങൾ ഈ 1 വർഷത്തോളം, ഈ ജൂലൈ ആ വിസയ്ക്ക് കൊടുത്ത സമയം തൊട്ട് ഇന്നേ വരെ ഞങ്ങൾ ജോലി ഇല്ലാതാണ്. ഞങ്ങളുടെ ഹസ്ബൻഡിനും എനിക്കും ജോലിയില്ല. ആ സമയത്ത് എല്ലാവരും ചോദിച്ചു എങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ അറിയാവുന്ന ഒരു ജപമാല ചെയ്യുന്നൊരു കൊച്ചുണ്ട്. അപ്പോൾ അത് വന്ന് ഞങ്ങളോട് ജപമാല ചെയ്യാമോ, അതിനടുത്തുനിന്ന് ഞാൻ ജപമാല ഒരുപാട് മേടിക്കാറുണ്ട്. ജപമാല ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒന്ന് ജപമാല ചെയ്യാൻ കാണിച്ചു തന്നു. അപ്പം ഞങ്ങൾ 2 പേരും ഇവിടെ എറണാകുളത്ത് വന്ന് അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് ജപമാല ചെയ്യാൻ തുടങ്ങി. ജപമാല ചെയ്ത് ഒരുപാട് സ്ഥലത്തുനിന്ന് ഞങ്ങൾ ജപമാല ചെയ്യുന്നു എന്നറിഞ്ഞ് ഒരുപാട് സ്ഥലത്തുനിന്ന് ഞങ്ങളെ വിളിച്ച്, അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, എറണാകുളം, തൃശ്ശൂർ, ഒരുപാട് സ്ഥലത്തുനിന്ന് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്കിപ്പം ഒരുപാട് ജപമാലയുടെ ഓർഡറായി. ഞങ്ങൾ ഡെയിലി ഉറക്കമൊഴിച്ചാലും ഞങ്ങൾക്ക് അത്രയും ഒരു സന്തോഷമാണ്. ഇതുമില്ലാതെ ഞങ്ങൾ അഖണ്ഡ ജപമാല, എല്ലാ ടൈപ്പ് ജപമാലകളും ചെയ്ത് ഡെയിലി ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കൊല്ലത്തുള്ള എല്ലാ പള്ളികളിലും കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൻ്റെ ആ ജപമാലയുടെ ചെയ്ത് കൊടുത്ത ആ ഒരു ഇതിലാണ് ഞങ്ങൾ അന്ന് തൊട്ട് ഇന്നേ വരെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്, പിള്ളേരുടെയും ഞങ്ങളുടെ എല്ലാം. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ്. കാരണം ഞങ്ങൾ വിചാരിച്ചതുപോലും ഇല്ലാത്തൊരു കാര്യം അത്. അമ്മ മാതാവ് ജപമാലയുടെ രൂപത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് അത് ചെയ്യാനുള്ളൊരു ഇത് തന്ന്, ഹസ്ബൻഡും ഞാനും, ഞങ്ങൾ 2 പേരും എൻ്റെ അമ്മയും, ഞങ്ങൾ 3 പേരുമാണ് ജപമാല ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങൾ ആ ഒരു ഇതിലൂടെ വേറെ ആരും ഒരു കാര്യത്തിൽ ആശ്രയിക്കാതെ ഫുൾ ടൈം ഞങ്ങൾ ജപമാല ചൊല്ലിയാണ് ഞങ്ങൾ കെട്ടുന്നത്. ആ ഓരോരുത്തരും നിയോഗം പറഞ്ഞിപ്പം എൻ്റെ അടുത്ത് വിളിച്ച് നിയോഗങ്ങൾ പറഞ്ഞിട്ട് അത് വെച്ച് ജപമാല ചൊല്ലിക്കൊടുക്കാൻ പറയും. ഒരുപാട് സ്ഥലത്തുനിന്ന് വിളിക്കുന്നുണ്ട്, ഡെയിലി ഞങ്ങൾക്ക് കോൾ വരും. അപ്പോൾ ഇപ്പോൾ തന്നെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജപമാല കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ജപമാലകൾ കൊടുക്കാനും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് വേറൊരു വിസ, ദുബായിലേക്ക് പോകാനുള്ളൊരു വിസ ഹസ്ബൻഡിന് ഒരാൾ വഴി വന്നിട്ട് അപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് പോകാം. അത് വിസിറ്റ് വിസയിലാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ആണ് ജോബ് വിസ അടിക്കുന്നത്. അപ്പം അതിൻ്റെ വിസ കഴിഞ്ഞ ബുധനാഴ്ച വിസ വന്നു.
അപ്പോൾ ഞായറാഴ്ചത്തേക്ക് ടിക്കറ്റ് ആവും, ഞായറാഴ്ച രാത്രി കയറണമെന്ന് പറഞ്ഞു. വിസ വന്നതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോൾ വ്യാഴാഴ്ച രാവിലെ ആയപ്പം ഹസ്ബൻഡിന് കണ്ണിനൊരു ചെറിയ വേദന വന്നു. ഒരു കണ്ണ് ഫുള്ള് കാണാൻ പറ്റുന്നില്ല, നല്ല കാഴ്ചക്കുറവ്, അങ്ങനെ നല്ല വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പെട്ടെന്ന് അത് എന്തോ ഒരു നല്ല സീരിയസ് ആയിട്ടൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊരു വേറെ ഡോക്ടറെ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വേറൊരു ഡോക്ടറെ കാണിച്ച് അവിടെ തന്നെ കണ്ണിൻ്റെ സ്കാനിങ് ഒക്കെ എടുത്തപ്പോൾ ഈ കണ്ണിലോട്ടുള്ള വെയിനിലൊരു ബ്ലഡ് ക്ലോട്ടായി കിടക്കുക, കണ്ണിനകത്തൊരു നീരുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കിംസിലോട്ടോ അല്ലെങ്കിൽ മധുര അരവിന്ദ് ഹോസ്പിറ്റലിലോട്ടോ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മധുരയിലോട്ട് പെട്ടെന്ന് പോയി. അന്ന് തന്നെ അവിടെ ചെന്ന് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, സ്കാനിങ്ങുകളും അതിൻ്റെ കണ്ണിൻ്റെ സ്കാന്, പിന്നെ വേറെ എന്തെങ്കിലും ഇതായിട്ട് വന്നോന്ന് പറയാം, അബ്ഡോമിനൽ സ്കാന്, CT എല്ലാം എടുത്തപ്പോൾ അവർക്ക് ആദ്യം ഒരു സംശയം എന്തെങ്കിലും അസുഖം വന്ന് പോയതിൻ്റെ ഇതായിട്ട് വന്നതാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ സ്കാൻ എടുക്കാൻ കയറുമ്പോഴും എല്ലായിടത്തും ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും ഓയിലും എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ആ ഓരോ CT എടുക്കാൻ കയറുമ്പോഴൊക്കെ ഞാൻ അവിടെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നതായിരുന്നു. അത് ഞങ്ങൾ മധുരയിലോട്ട് പോകുന്ന വഴി ട്രെയിനിൽ ഇവിടുന്ന് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ ഇരുന്ന സമയത്ത് ഞാനന്നേരം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാലിൻ്റെ അടുത്തൊരു നീല കളർ പോലെ തോന്നിയിട്ട് നോക്കിയപ്പോൾ ഒരു ഉടമ്പടി കാശ് രൂപം, ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒരു ഉടമ്പടി കാശ് രൂപം കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി സഞ്ചാരി മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഞങ്ങൾ അത്ര വിഷമിച്ചാണ്, കാരണം ഇത്രയും നാൾ കാത്തിരുന്നൊരു വിസ വന്നപ്പോൾ പെട്ടെന്ന് കണ്ണിങ്ങനെ ആയി. അപ്പോൾ ഉടമ്പടി കാശ് രൂപം കയ്യിൽ കിട്ടിയപ്പോൾ മനസ്സിലായി സഞ്ചാരി മാതാവ് കൂടെ ഉണ്ട് എന്നൊരു ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയി. ഞാൻ ഓരോ ടെസ്റ്റിന് കയറ്റുമ്പോൾ അവിടെ ഉടമ്പടിയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, തൈലം പൂശിക്കൊടുത്ത് കണ്ണിൽ, അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് വന്ന് ലാസ്റ്റത്തെ ഒരു ഇത് എടുത്തപ്പോൾ ചെറിയ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നതിൻ്റെ ഇതിലായിട്ട് വന്നതാണ്. പക്ഷേ അന്നേരം അത് കണ്ടുപിടിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ, അത് മാതാവ് എനിക്കത് കാണിച്ച് തന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് അതും കൊണ്ട് കയറി പോകുമായിരുന്നു, എന്തെങ്കിലും പ്രശ്നമായിട്ട് തിരിച്ചു വരേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ മനസ്സിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എല്ലാം ഹസ്ബൻഡ് എൻ്റെ കൂടെ വരും, പക്ഷെ ഉടമ്പടി എടുത്തിട്ടില്ല പുള്ളി ഇതുവരെയും. ഉടമ്പടി എടുത്തിട്ട് മാതാവ് വിടത്തോളം എന്നുള്ളൊരിത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി മാതാവ് നീട്ടിയതായിരിക്കാവുന്ന. അപ്പോൾ ഇന്ന് പുള്ളി പുതിയ ഉടമ്പടി എടുത്തു ഹസ്ബൻഡ്. അപ്പോൾ അവിടെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ 3 ദിവസത്തെ ഇഞ്ചക്ഷൻ എന്നെ അവിടെ അഡ്മിറ്റാക്കി എടുത്തു. അപ്പോൾ ഞായറാഴ്ചത്തെ ടിക്കറ്റ് ഞങ്ങൾക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ തിങ്കളാഴ്ചത്തേക്ക് ആക്കി തന്നു. അപ്പോൾ 3 ദിവസത്തെ ഇഞ്ചക്ഷൻ സ്റ്റിറോയിഡ് എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല കുറഞ്ഞു, കാഴ്ച തിരിച്ച് കിട്ടി. ഇപ്പോൾ സ്റ്റിറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു അടയാളമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പം ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കാൻ ഈ ഒരു പ്രശ്നം വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് പറ്റത്തില്ലായിരുന്നു ഹസ്ബൻഡിന്. അപ്പോൾ ഇന്ന് പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് ഞങ്ങൾ ദുബായിലായിട്ട് പോവുക രാത്രിത്തെ ഫ്ലൈറ്റിന്. കാരുണ്യപ്രവർത്തികൾ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഈ 1 വർഷം ഈ ജോലി ഇല്ലാതിരുന്ന സമയത്ത് പോലും ഞങ്ങൾ ഈ ജപമാല ചെയ്ത് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, അവിടെ ക്യാൻസർ വിഭാഗത്ത് കീമോ ചെയ്യുന്നവർക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി ഞാൻ ഹസ്ബൻഡും എൻ്റെ അമ്മയും കൂടെ കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും കൊടുക്കും. പിന്നെ നമുക്ക് കൊണ്ട് കഴിയുന്ന ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ കഴിയുന്ന വിധത്തിൽ നമ്മൾ സഹായിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലായിടത്തും വീടുകളിൽ കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു. പിന്നെ ഈ ഹോസ്പിറ്റലുകളിലും എല്ലായിടത്തും കൊടുക്കുമായിരുന്നു. ആദ്യം ഒരു കെട്ട് പത്രമായിരുന്നു ആദ്യം മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ സമയത്ത് എനിക്ക് മടിയായിരുന്നു കൊടുക്കാൻ. പിന്നീട് വന്നപ്പം 3 കെട്ട് മേടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിത് ഒരെണ്ണം കൊടുക്കാൻ പറ്റാത്ത ഞാനെങ്ങനെ 3 എണ്ണം കൊടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ആ 3 കെട്ട് കൊണ്ടുപോയി രോഗികൾക്കൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ എനിക്കത് തികഞ്ഞില്ല. അത് പിന്നെയും വേണ്ടി വന്നു പത്രം. അപ്പോൾ കാരണം ആദ്യത്തെ പത്രം ഞാൻ കൊടുക്കാൻ പഠിച്ചപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. രണ്ടാമത് ആ 3 എണ്ണം മേടിച്ചപ്പോൾ എനിക്കത് തികഞ്ഞില്ല. കൊടുത്തിട്ടും പിന്നെയും ആൾക്കാർ വന്നിട്ട് ചോദിക്കുകയായിരുന്നു പത്രം. ഞാൻ ആദ്യം കൊടുത്തപ്പോൾ എനിക്കൊരു വിഷമമായിരുന്നു, കൊടുക്കുമ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നൊക്കെ. പക്ഷെ അത് ഒരു ഇതല്ല, കാരണം അതിന് മാറിക്കിട്ടി. ഈ 3 കെട്ട് പത്രം മേടിച്ച സമയത്ത് ഒരുപാട് പേര് പിന്നെയും അവരുടെ വീട്ടിൽ ഉള്ളവർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് അടുത്ത് ചോദിച്ചു. ആത്മീയ ജീവിതം, കുർബാന ഡെയിലി മാസ് കൂടുന്നുണ്ട്. പിന്നെ പള്ളിയിലെ കാര്യങ്ങൾക്കെല്ലാം കൊയർ ടീമിലും എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് വേണ്ടി ഇപ്പം ഞാൻ ജപമാലയിലൂടെ
നിയോഗങ്ങൾ ഒരുപാട് പേര് വിളിച്ച് പറയും. ആ നിയോഗം വെച്ചിട്ട് ജപമാല ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ജപമാല ചൊല്ലി കൊടുക്കാറുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇനിയും ഹസ്ബൻഡ് ഈ പോകുന്ന വിസ നല്ല രീതിയിൽ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഉറപ്പോടുകൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരാലയമാണ് കൃപാസനമാലയം. നമ്മൾ ഓരോരുത്തരും ഇന്ന് നമുക്കറിയാം SLC റിസൾട്ടിൻ്റെ ദിവസമാണ്. പല മക്കളും മൊബൈലുമായിട്ടാണ് കാത്തിരിക്കുന്നതെന്നറിയാം. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണ സന്നിധിയാണ്, അതായത് ഒരു വിശുദ്ധിയുള്ള ഒരു സന്നിധിയാണ്. നമ്മൾ പ്രതീക്ഷയോടെ മൊബൈൽ നോക്കാം, പക്ഷെങ്കിൽ അതിനിടയിൽ നാം സംസാരിക്കാൻ സാധ്യതയുണ്ട്, മറ്റുള്ളവർക്ക് ഫോൺ വിളിക്കാനുള്ള സാധ്യതയുണ്ട്, നമുക്കുള്ള റിസൾട്ടിനെ പറ്റി അറിയിക്കാനും സംസാരിക്കാനുമുള്ള ഒരു സ്ഥലമായിട്ട് നാം ഇത് കണക്കാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വിശ്വാസത്തോടെ വിശുദ്ധിയോടെ നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സന്നിധിയാണിത്. അതുകൊണ്ട് നമ്മൾ റിസൾട്ട് നോക്കാനായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾ സംസാരിക്കുക, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഫോൺ വിളിക്കണമെങ്കിൽ പുറത്തേക്ക് പോയി നിന്ന് മറ്റുള്ളവരോട് സംസാരിക്കുക. കൂടുതലും പ്രാർത്ഥനയോടെ ജപമാല ചൊല്ലിക്കൊണ്ട് വേണം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നാം ആയിരിക്കേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഫോണിൽ സംസാരിക്കുകയോ ഫോൺ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥനാപൂർവം ഫോണിൽ നോക്കിയിട്ട് പുറത്തേക്ക് പോയി നിന്ന് സംസാരിക്കുക. ആ വിശുദ്ധിയുടെ ഈ മന്ദിരം, ഈ സന്നിധി, ഈ ആലയം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമ്മൾ പലപ്പോഴും ഒരുപക്ഷെ മാനസിക സമ്മർദ്ദത്തിലും കുടുംബ പ്രശ്നങ്ങളിലും രോഗാവസ്ഥയിലും സാമ്പത്തിക അനിശ്ചിതത്വത്തിലുമൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നിൻ്റെ കണ്ണുനീർ ഞാൻ കാണുന്നു, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു, നീ വഴിതെറ്റില്ല, ഞാൻ നിന്നെ നയിക്കുമെന്നൊരു വചനമാണ് ഈശോ നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത്. നമ്മെ സ്നേഹത്തോടെ ചേർത്ത് നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ആ ദൈവ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ്, ആ ദൈവ സാന്നിധ്യത്തിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുന്നത്. കണ്ണീരോടെ നാം വരുമ്പോൾ നമ്മെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നീരൊഴുക്കിലേക്ക് നയിക്കുകയും നമ്മുടെ വഴി സുഗമമാക്കി തരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയിൽ ഓരോ സാക്ഷ്യങ്ങളും നാം കേൾക്കുന്നത് ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ. ഉടമ്പടി കൂടുതൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ, നയിക്കുമ്പോൾ ഈശോയും അമ്മയും കഴിഞ്ഞു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളാണ് ഓരോ സാക്ഷ്യത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേരി ദീപ്തി എന്ന മകളുടെ സാക്ഷ്യത്തിൽ മകന് ഉണ്ടായിരുന്ന രോഗാവസ്ഥയുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. അതായത് ഇമ്മ്യൂണൽ ത്രോംബൈറ്റിസ് എന്ന അസുഖം, ITPയിൽ. ആ അസുഖത്തിന് എല്ലാ മരുന്നുകളും കഴിക്കും, പക്ഷെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടേയിരുന്നു. പിന്നീട് മകന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഉടമ്പടി പുതുക്കാനായി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്നപ്പോൾ പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ പനി കൂടുതലാവുകയും അന്നേ ദിവസമാണ് പരിശുദ്ധമ്മ ഈ മകനെ തൊട്ട് സുഖപ്പെടുത്തിയത്. ഒത്തിരി 4 വർഷത്തോളം ഉണ്ടായിരുന്ന രോഗമാണ്. ഒത്തിരി ലക്ഷങ്ങൾ ചിലവാക്കിയ രോഗമാണ്. ഇന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, കാരണം ഈ പൂർണ്ണമായിട്ട് രോഗസൗഖ്യം നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ചെക്കപ്പ് ചെയ്തപ്പോൾ രോഗാവസ്ഥയിലായിട്ടുള്ള ഒരു കാര്യവുമില്ല എന്നാണ്. ഈ രോഗത്തിന് രക്തത്തിലെ പ്ലേറ്റ്ലേറ്റുകൾ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം തെറ്റായി നശിപ്പിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണെന്നാണ്
പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഈ മക്കൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം നൽകി ഈ മകൻ ഇവിടെ വന്നിരിക്കുന്നത്. 3 വയസ്സിലുണ്ടായിരുന്ന ഇയർ ബ്ലീഡിങ് കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ രോഗം വഷളാവുമായിരുന്നു. പക്ഷെ അന്ന് ആ ഇയർ ബ്ലീഡിങ്ങിൽ കൂടിയാണ് പെട്ടെന്ന് രോഗാവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചതും ട്രീറ്റ്മെൻറ്റ് ചെയ്തതും. അത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെയാണ് ഈ മകന് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചതെന്നുമാണ് മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴാണ് അവർക്ക് ഈ വലിയൊരു അനുഭവം നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചത്. പിന്നീട് ഹസ്ബൻഡിന് ജോലിക്ക് പോകാനായിട്ട്, അതായത് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അത് റിസൈൻ ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ വേറൊരു ജോലിക്ക് പോകാനായിട്ട് 1 വർഷമായി 5 ലക്ഷത്തോളം രൂപ കൊടുത്ത് അത് കിട്ടുവാനായിട്ട് ശ്രമിച്ചിട്ട് യാതൊരു രക്ഷയുമില്ലായിരുന്നു. അങ്ങനെ ഈ മക്കൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. 1 വർഷത്തോളം ജോലിയില്ലാതെ വീട് കുടുംബവും മുന്നോട്ട് നയിക്കണം. പക്ഷേ അവിടെയും ഈശോയും അമ്മയും ഇടപെടുകയാണ്. ഇവർ ജപമാല കെട്ടി. അതും ജപമാല കെട്ടുന്ന ഒരു വരുമാനത്തിന് മാത്രമല്ല, പക്ഷെങ്കിൽ മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഓരോ പ്രാർത്ഥനയും ഓരോ ജപമാല ചെല്ലുമ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജപമാല ചൊല്ലിയത്. അതിൻ്റെ ഫലമായിട്ടും മെഴുകുതിരിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 എന്ന അക്കം തെളിഞ്ഞു വരികയും ആ 2 എന്ന അക്കം തന്നെയാണ് ഡിസംബർ 2 എന്ന തീയതിയിൽ 1 വർഷത്തോളം കിട്ടാതിരുന്ന ആ 5 ലക്ഷത്തോളം രൂപ മുഴുവനായിട്ട് ഈശോയും അമ്മയും കൂടെ ഇവർക്ക് തിരികെ നൽകിയത്. അതൊരു ഫേക്ക് ഏജൻസി ആയിരുന്നു. പലർക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഫേക്ക് ഏജൻസിക്ക് എമൗണ്ട് കൊടുത്തിട്ട് ക്യാഷ് തിരികെ കിട്ടാതെ പോകുന്നു. പലർക്കും ഇപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷെങ്കിൽ ഈ ഉടമ്പടി മക്കൾ ഉടമ്പടിയിൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ എമൗണ്ട് ഫുള്ളായിട്ട് തിരിച്ചു കിട്ടാൻ സാധിച്ചു എന്നാണ് മക്കൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നാം ഓരോ പ്രാർത്ഥനയിലും നിയോഗത്തിലും 1 വർഷം 2 വർഷം 30 വർഷം 20 വർഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാതിരുന്ന കാര്യങ്ങളാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കിട്ടുവാൻ സാധിക്കുന്നതും. ഇതൊക്കെയാണ് കൃപാസനം അമ്മയുടെ അടുത്ത് വരുമ്പോഴുള്ള സാക്ഷ്യങ്ങൾ. കാരണം അമ്മയുടെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ്. നമ്മൾ എത്ര വർഷം പ്രാർത്ഥിച്ചിരുന്നെങ്കിലും ഈശോയുടെ അമ്മയുടെയും കൃപയുണ്ടെങ്കിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യവും നടത്തി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓരോ കാര്യങ്ങൾ നടത്തി തരാനായിട്ട് ഈശോയോട് പറയുന്നത്, കാനായിൽ വെച്ച് കുടുംബ കാര്യം വന്നപ്പോൾ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. അവരെ അപമാനം വരുത്താതെ അവരെ ലജ്ജിക്കാതിരിക്കാനായിട്ട് അവരുടെ കുടുംബ പ്രശ്നമാണ് പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്ന്. അവിടെ ആ അമ്മ തന്നെയാണ് ഇന്ന് നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ മകളുടെ സമയ ചുരുക്കത്തിൽ ആ പൈസ മുഴുവൻ തിരിച്ചു കിട്ടുകയും പിന്നീട് മകന് വിസയ്ക്ക് ദുബായിക്ക് പോകാനായിട്ടുള്ള വിസയാണ്. പെട്ടെന്നാണ് വെയിൻ ബ്ലോക്കായി. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. പോകുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് തന്നെ ഒരു കൃപാസനത്തിൻ്റെ ഉടമ്പടി ലോക്കറ്റ്, അതായത് കാശുരൂപമാണ് അവർക്ക് കിട്ടിയത്. അവിടെയും അമ്മയെ പറയുകയാണ്, നിങ്ങളൊരു പക്ഷേ രോഗമായിരിക്കാം, ടിക്കറ്റ് ക്യാൻസൽ ആവാം, പക്ഷെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു അമ്മയുടെ സാന്നിധ്യമാണ് ആ ട്രെയിനിൽ വെച്ച് അവർക്ക് കൊടുത്തത്. അങ്ങനെ അവർ ആ ട്രീറ്റ്മെൻറ്റിന് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇപ്പോൾ ദുബായിക്ക് ജോലിക്ക് വേണ്ടി പോകുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ഒരു പക്ഷേ ആ വെയിൻ ബ്ലോക്ക് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ കൂടുതൽ അസുഖം വന്നേനായിരുന്നു. പക്ഷെങ്കിൽ അതും ഈശോയുടെയും അമ്മയുടെയും ഒരു ഇടപെടലായിട്ടാണ്. അത് കാണിച്ച് തന്ന സമയത്തിന് കാണിച്ച് തന്നതുകൊണ്ടാണ്. തന്നെയുമല്ല, കാണിച്ചു തന്നിട്ടും അമ്മ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ സാന്നിധ്യം ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ മക്കളെ ട്രീറ്റ്മെൻറ്റിന് പോയത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മകന് തിരിച്ചു വരാനും ഈശോയുടെയും അമ്മയുടെയും ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് സാധിക്കുകയും ചെയ്തു. പലപ്പോഴും സംഗീതത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, 119:71 പറയുന്നത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചിട്ടകൾ അഭ്യസിച്ചുവല്ലോ എന്നാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിസ ബ്ലോക്കാവാം, ടിക്കറ്റ് ക്യാൻസൽ ആവാം, പക്ഷെങ്കിൽ നമ്മുടെ ദുരിതങ്ങളും ഒരുപക്ഷെ നമുക്ക് നല്ലതിനാവാം. ഇവരുടെ ജീവിതത്തിൽ അത് തന്നെയാണ് എല്ലാം നടത്തി തരുന്ന ദൈവം. ഉടമ്പടി മക്കളുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമുള്ള മക്കളാണ് ഉടമ്പടി മക്കൾ. അവരുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമുള്ളപ്പോൾ എന്ത് വന്നാലും ധൈര്യത്തോടെ ഭയമില്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. കാരണം കൃപാസനം അമ്മയാണ് നമ്മെ ഈശോയിലേക്ക് കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. തന്നെയുമല്ല, ഈ രോഗാവസ്ഥ കണ്ടുപിടിക്കുകയും ക്ലിയറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു.
ജപമാലയിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിശ്വാസ ജീവിതത്തിലൂടെയും ഈ മക്കൾക്ക് ജോലിയില്ലാത്ത സമയത്ത് പോലും ഈശോയും അമ്മയും സംരക്ഷണം നൽകി ഇവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചു. ഇന്ന് നല്ലൊരു ജോലി നൽകി മകൻ ദുബായിലേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൂടെയുള്ളത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമാക്കും. നമ്മുടെ ജീവിതവും സുഗമമാക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് കാലിടറുകയില്ല എന്നാണ് ഉടമ്പടിയിൽ വിശ്വസ്തയുടെ ആത്മാർത്ഥതയുടെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ കാലിടറുവാൻ അമ്മ അനുവദിക്കില്ല. കൃപാസനം അമ്മ നമ്മുടെ കൂടെയുണ്ട്. ആ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാനും ആ അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ആ നീരുറവയൊഴുകുന്ന ഈശോയിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മേരി ദീപ്തിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഈ മകനും ഉടമ്പടി എടുത്തിട്ടാണ് ദുബായിലേക്ക് പോകുന്നത്. കുടുംബം മുഴുവനും പ്രാർത്ഥനയിലാണ്, ഉടമ്പടി ജീവിതത്തിലാണ്. നമുക്ക് പൂർണ്ണ സംരക്ഷണമുണ്ട്. മേരി ദീപ്തിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.